നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അച്യുതനാണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് രാജശ്രീയോട് ഇന്ദിരാമ്മയോടും ഒക്കെ പറയണേ. അതെ, ഇനി ഇങ്ങനെ പോകുന്നെങ്കിൽ 15-ാം തീയതി അവന് ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കാരണം ആ അനു എന്ന് പറയുന്നവള് അത്ര സ്ട്രോങ് ആയിട്ടല്ല മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, അല്ല അപ്പൊ അച്യുതേട്ടനല്ലേ പറഞ്ഞത് ആ രവിവർമ്മ വക്കീൽ ആളും എടുക്കനാണ്, ഇതുവരെയായിട്ട് ഒരു കേസിലൊന്നും തോറ്റുപോയിട്ടില്ലെന്ന്? അതെ, അതൊക്കെ ശരി തന്നെയാ രാജശ്രീ. പക്ഷേങ്കില് അവളുടെ മൊഴി അത്ര സ്ട്രോങ് അല്ലേ? അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഇനിയിപ്പൊ അവനെ അന്നും പുറത്തിറക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീക്ക് ദേഷ്യമായി. രാജശ്രീ പറഞ്ഞു, എന്താണെങ്കിലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 15-ാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ അവനെ പുറത്തെത്തിച്ചിരിക്കണം. അച്യുതേട്ടാ, എന്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം, മിത്രയുണ്ടല്ലോ, മിത്ര ഇവിടെ എത്തിക്കണോന്ന് പറഞ്ഞു. ഇവിടെ എത്തിക്കാനോ? ഇന്ദിരാമ്മ വെച്ചു, നീ എന്തൊക്കെയാ രാജശ്രീ പറയണേ? അതെ അതെ, അലോകിനെ തേച്ചിട്ട് അനു ഇവിടുന്ന് പോയില്ലേ, എന്നിട്ട് കൊണ്ടേ പരാതി കൊടുത്തു. അതുപോലെ തന്നെ മിത്ര ഇവിടെ എത്തി ആരിനെതിരെ പരാതി കൊടുക്കണം. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ ചോദിച്ചു, അതുപോലെ നടക്കുന്ന കാര്യമാണോ? ആരിനും മിത്ര അത്ര സന്തോഷത്തോട് കൂട്ടിയല്ലേ അവിടെ ജീവിക്കുന്നേ? അമ്മയ്ക്ക് എന്തറിയാ, ഒരു സന്തോഷവും ഇല്ല മിത്രയ്ക്ക്. അതൊക്കെ വെറും അവളുടെ അഭിനയം മാത്രമാ. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. അനന്തേട്ടനും നന്ദിതേടത്തി അത് ചെയ്തില്ലെങ്കിൽ ഈ രാജശ്രീ അത് ചെയ്യും. രാജശ്രീക്ക് അത് ചെയ്യാൻ അറിയാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ആര്യം ഭയങ്കര സന്തോഷത്തോടെ മിത്രയുടെ അടുത്തേക്ക് വരുന്നേ. അങ്ങനെ മിത്രയുടെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുകയാണ് അലോകിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓ, ഇന്നൊന്ന് കാണേണ്ടതായിരുന്നു കോടതി വെച്ച്. അവന് കുറെയൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒടുവിൽ അവനിട്ട് തന്നെ പണി കിട്ടി. അനുശ്രീ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കോടതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സമയം അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. അല്ലെങ്കിലും അവന് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. ഇത് കേട്ട് ഞാൻ മിത്രയൊന്നും മിണ്ടാതിരിക്കുകയാണ്. ആ സമയം ആര്യം പറഞ്ഞു, ഇനി അവനെ കോടതി ശിക്ഷിച്ചില്ലെങ്കിലും അവനെ ഞാൻ ശിക്ഷിക്കും. അവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവനെ ഞാൻ തീർത്ത് കളയും. എന്റെ പെങ്ങളോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് അവനോട് ഞാൻ പകരം വീട്ടും. എന്തൊക്കെയായിരുന്നു അവന്! എന്റെ പൊന്നെ, ഒന്ന് കണ്ട കാഴ്ച തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാല് ജയിലിൽ വെച്ച് നല്ല രീതി അവനിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നേ. സാധാരണഗതിയിൽ പുതിയതായിട്ട് ഒരാൾ ചെയ്യുന്ന കഴിയുമ്പോഴത്തേനും പഴയ ആൾക്കാരെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാന്ന് തോന്നേ. അതോ നേരം വണ്ണം ഫുഡ് കഴിക്കാൻ തന്നെയാണോന്ന് അറിയത്തില്ല. തകർന്നൊരു പരുവായി ക്ഷീണിച്ച് ഒന്ന് കണ്ട കാഴ്ചയായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മിത്രയ്ക്കാണ് വല്ലാത്തൊരിതായിപ്പോയി. മിത്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ആരും പറഞ്ഞു, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞു. എന്താ മിത്ര, നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. മിത്ര അങ്ങോട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, മിത്രേ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. ഞാൻ അവനെ കുറിച്ച് പറഞ്ഞപ്പോഴാണോ? ആര്യ, ഒന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ്? അതെ, ഞാൻ അവനെ കൊണ്ട് പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? എടി, ഇത്ര നോവേണ്ട കാര്യമൊന്നും ഇല്ല. നിന്റെ സഹോദരനായിരുന്നല്ലോ, നിനക്കന്ന് നേരത്തെ അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റായിരുന്നോ? മിത്ര ഒന്നും മിണ്ടാതെ കിടക്കുമ്പോഴത്തേനും ആരും പറഞ്ഞു, ഇങ്ങോട്ട് വാ മിത്ര എന്ന് പറഞ്ഞ് കയ്യെ പിടിക്കണം. ആര്യ, എന്റെ കയ്യെ വിടുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ആരിനോട്. അപ്പോഴേക്കും ആരും പറഞ്ഞു, ഓഹോ, അപ്പം നിനക്കിപ്പോ എന്നോട് ദേഷ്യം അല്ലേന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, ദേഷ്യം എനിക്ക് ആരിനോടോ? അങ്ങനെയൊന്നുമില്ല ആര്യ, ഞാൻ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. ഒന്നുമല്ലേലും ഞാനും അലോകും ഒക്കെ കുഞ്ഞുനാളിലെ മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നല്ലേ. ഒരു 4-ലും 5-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ അതൊക്കെയാണ് ഓടിപ്പോയത്. അവനോട് എനിക്ക് ദേഷ്യമുണ്ട്. അവൻ ചെയ്ത പ്രവർത്തികൾക്കൊക്കെ എനിക്ക് ദേഷ്യമുണ്ട് അവനോട്. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എന്നാലും സഹോദരനായി പോയില്ല ആര്യ. പെട്ടെന്ന് അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു സഹോദര സ്നേഹം വന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അതെ, നിന്നെ ഞാൻ വേദനിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലത്. എന്നോട് നീ ക്ഷമിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ. ശരി, നിനക്കും ഉറക്കം വരുന്നുണ്ടെന്നല്ല പറഞ്ഞ, നീ കിടന്നു പറഞ്ഞു. അപ്പോഴേക്കും മിത്രോട്, ഞാൻ എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യം എന്തിനാ? ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിച്ചിട്ട് അന്നെ ഇവിടുന്ന് പോകുന്നത്. മിത്രയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മിത്രയുടെ ഉള്ളില് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ബാലൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാനായിട്ട് സ്കൂട്ടി എടുത്തിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അപ്പുറത്തെ കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്ത് അച്യുതൻ നിൽക്കുന്നത്. അച്യുതൻ ബാലിനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഒന്നിനെ ഞാൻ വെറുതെ വിടലടാ, ഇതിനൊക്കെ ഞാൻ പകരം ചോദിച്ചിരിക്കും, കാണിച്ചു തരുന്നുണ്ട് ഞാൻ എല്ലാത്തിനെ. അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു, അച്യുതേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നെ വെറാ നീ അങ്ങോട്ട്. യുവമാരൊക്കെ ആരാന്ന വിചാരം? എന്റെ മോന് ഞാൻ പുഷ്പം പോലെ പുറത്തിറക്കും, കണ്ടോ? അവനോട് ദ്രോഹം ചെയ്താൽ ഒന്നിനെ ഞാൻ വെറുതെ ഇടില്ല, എല്ലാത്തിനെയും ഞാൻ കത്തിക്കും.
ഈ കൃഷ്ണമംഗലത്ത് അച്യുതൻ ആരാന്ന് കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ വെല്ലുവിളികൾ നടത്തുവാണ്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എന്തിനാ അച്യുതാട്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞു. വിടറാ എന്നെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടത്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ ഒന്ന് മുട്ടാൻ നോക്ക്. എടാ ആണുങ്ങള് ഒളിഞ്ഞു മറിഞ്ഞു നിന്നല്ല വെല്ലുവിളി നടത്തുന്ന, നേർക്ക് നേരെ ഒന്ന് വെല്ലുവിളികൾ നടത്തണം. ചുണേണ്ടേ നിങ്ങോട് വാടാ, നിനക്ക് തല്ലി തോൽപ്പിക്കണോ? ഇപ്പൊ തന്നെ വാ. നീ മാത്രമാക്കണ്ട, നിന്റെ അനുജനും ചേട്ടനെ എല്ലാവരും കൂടെ വിളിച്ചോ. ഈ ദേവമംഗലത്തെ അങ്ങനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ലടാ. നിനക്കറിയാലോ ദേവമംഗലത്തിലെ ഭാരൻ ആരാ എന്താ ഏതാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. നിനക്കൊരു വ്യാമോഹം കാണും അങ്ങനെ തോൽപ്പിക്കാന്ന്. പിന്നെ എന്റെ അനുവിനെ അകത്തിട്ട് പൂട്ടാൻ നിനക്ക് വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അതിനെ ദേവമംഗലത്ത് ബാലൻ മരിക്കണോടാ. പിന്നെ നിന്റെ മോന് അവൻ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് അവന് കിട്ടാനായിട്ട് പോകുന്നത്. അത് എത്രയാന്ന് പറഞ്ഞ് കിട്ടുക തന്നെ ചെയ്യും. സത്യവും എല്ലാത്തടത്തും ജയിക്കുവല്ലടാ. അല്ലാതെ നീ ജയിക്കാൻ പോകുന്നില്ല. നിന്റെ മകൻ കൊടും ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടണം. എടാ ബാല, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. ചോണയുണ്ട്, ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വാ എന്നിട്ട് തല്ലി തോൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മന് അച്യുതനെ പിടിച്ചു. അപ്പൊ ആ സമയം അച്യുതൻ പറഞ്ഞു, എടാ നിന്നെ മാത്രമല്ല കാണിച്ചുതരാം, നിന്റെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കും, നിന്റെ ഗോമതി സ്റ്റോഴ്സ് ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളി നടത്തിയിട്ടാണ് അച്യുതൻ അങ്ങോട്ട് കയറി പോകുന്നത്. ഈ സമയത്ത് ബാലന് നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു അച്യുതന്റെ പ്രവൃത്തിയിൽ. ബാലൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് അലോകിനെ ജയിലിൽ പോയി മിത്ര കാണുവാണ്. അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം അലോക് ചോദിച്ചു, മിത്ര നീ ആരിനറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. അതിന് മിത്ര മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് അലോക് പറഞ്ഞു, നീ എന്നെ കാണാൻ വരേണ്ടിയിരുന്നില്ല, കാരണം ഇതിപ്പോ ആരിനറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തരില്ലെന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, എനിക്ക് നിന്നെ കാണാൻ വരാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നീ എന്റെ സഹോദരനല്ലടാ. നീ എത്ര വലിയ തെറ്റെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞു. ആ സമയം അലോക് പറഞ്ഞു, ജയിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായത്. ഞാനിപ്പോൾ ഒരു പുതിയൊരു മനുഷ്യനായിരിക്കുന്നത്. ചിലപ്പോൾ നിനക്ക് തോന്നുമായിരിക്കും ഞാൻ കള്ളത്തരം പറയുന്നതെന്ന്. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോ ഓർമ്മകളും എനിക്കുണ്ടാകുന്നത്. ഞാൻ എത്ര വലിയ ക്രൂരതകളാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ച് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ്. പക്ഷെ അതുവരെ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മിത്ര പറഞ്ഞു, അങ്ങനെ ഒരു കുറ്റബോധം നിനക്ക് ഉണ്ടാവും നല്ലതാ. നീ ആത്മാർത്ഥമായിട്ടാ പറഞ്ഞെങ്കിൽ നീ എന്നോട് മുമ്പ് ചോദിച്ചല്ലോ, ആരിനോട് ചോദിച്ചിട്ടാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന്? ഇല്ല, ആരിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതേ ആരിനോട് പറയാതെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഇത്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നിന്നെ വന്ന് കാണാതിരിക്കാനായിട്ട്. ഒരു പക്ഷേ നീ ഇങ്ങനെ ആയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നല്ലേടാ. നിനക്കൊരു എന്തേലും ആപത്ത് സംഭവിച്ചെന്നോ എന്തേലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ എനിക്ക് നിന്നെ കാണാൻ വരാതിരിക്കാൻ പറ്റില്ലോ. അതുകൊണ്ടാണ് ഞാൻ വന്നേ. പിന്നെ ഒരു കാര്യം, അച്യുതൻ അങ്കിളിനൊക്കെ നല്ല ദേഷ്യമുണ്ട് ദേവമംഗലംകാരോട്. അങ്കിൾ നിന്നെ കാണാൻ വരുമ്പോൾ നീ പറയണം അങ്കിളിനോട്, വാശിയും വൈരാഗ്യം വെക്കരുത്, അത് വെച്ച് ദേവമംഗലത്തുള്ളവരോട് പെരുമാറരുതെന്ന്. പിന്നെ അതോടൊപ്പം തന്നെ നിനക്കറിയാലോ അനുശ്രീ എത്ര നല്ല കുട്ടിയാന്ന്. അവളുടെ ജീവിതം നീ തകർത്തെറിഞ്ഞ്. അതോടൊപ്പം തന്നെ അങ്കിള് ചെയ്ത പ്രവൃത്തി ഏതൊരച്ഛനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്കിളും ചെയ്തോളൂ, പോലീസിൽ അറിയിച്ചുള്ളൂ. അത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, എനിക്കെല്ലാം ഇപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മിത്രേ, നീ എന്നെ കാണാൻ വരില്ല. കാരണം വെറുതെ നിന്റെ ജീവിതം നീയായിട്ട് നശിപ്പിക്കരുത്. അറിയാലോ നിന്റെ മനസ്സിലെ വേദന എനിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നീ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജീവിതത്തിൽ പുതിയ വെളിച്ചം തോന്നിയ പോലെ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നീ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും കരുതിയില്ല നീ വരുമെന്ന്. ഒരു പുതിയ തെളിച്ചം വന്ന പോലെ അത് മാത്രം മതി എനിക്കിവിടെ കിടക്കാനായിട്ട്. എനിക്ക് ഇപ്പൊ എന്തോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം സന്തോഷമൊക്കെ തോന്നണമെന്ന് പറഞ്ഞു. അതൊക്കെ പറയുമ്പോഴത്തേന് അലോകിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ശരിക്കും അലോകിനൊരു മാറ്റം തന്നെ ഉണ്ടായിക്കണെന്നുള്ള കാര്യം മിത്രയ്ക്ക് മനസ്സിലായി. അലോക് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ സമയം കഴിഞ്ഞപ്പോൾ അലോകം കൊണ്ട് കയറിപ്പോയി. മിത്ര അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മിത്ര അങ്ങനെ വീട്ടിലേക്ക് വന്ന് മീനാക്ഷിയോട് കാര്യങ്ങളൊക്കെ പറയാണ് ജയിലിൽ അവനെ കാണാൻ പോയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു, എന്ത് പരിപാടിയും മിത്ര നീ കാണിച്ചേ? എന്നോടൊരു വാക്ക് പറയാൻ മേലായിരുന്നോ? എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ പറയില്ലായിരുന്നു അവനെ കാണാൻ പോകണ്ടെന്ന്. ഇതെങ്ങാനും ആരിനറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നമാവോന്ന് അറിയാവോ? അപ്പോഴാണ് ആരിന് അവിടേക്ക് വരുന്നത്. ആരിനങ്ങനെ ആ മുറിയുടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഇവര് നമ്മളുടെ സംസാരം കേൾക്കണത്. അപ്പോഴേക്കും ആരിനവിടെ നിന്നു. നീ എന്താണെങ്കിലും ആരിനോട് പറയാതെ അവനെ കാണാൻ ജയിലിൽ പോകാൻ പാടില്ലായിരുന്നു അലോകിനെ. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അതെ ചേച്ചി, ഇനിയിപ്പോൾ ചേച്ചി ഒന്നും പറയാൻ നിൽക്കേണ്ട, ആരും തകർന്നു പോകും, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പോവാൻ പാടില്ലായിരുന്നു, പക്ഷെ ആ സമയത്ത് എൻ്റെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും സഹിച്ചില്ല. ആരും പെട്ടെന്ന് മുറിയിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയം മീനാക്ഷി പറഞ്ഞു, എന്നാലും എന്തിനു വേണ്ടിയാ മിത്ര നീ അവിടേക്ക് പോയത്? അവൻ ചെയ്ത ക്രൂരതകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ?
ദേവി ചേച്ചിയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ അവൻ ഇല്ലാതാക്കിയില്ലേ? ഒരു പക്ഷെ അത് അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞിവിടെ പിറക്കില്ലായിരുന്നോ? അതുമാത്രമാണോ എന്നെ കോടതി കയറ്റി? കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അന്ന് കള്ളക്കേസ് കൊടുത്തില്ലേ അവന്. അതോടൊപ്പം തന്നെ എത്രയോ വട്ടം നിന്നെ എന്നെയൊക്കെ അപമാനിച്ചിരിക്കുന്നു. അതൊക്കെ നീ മറന്നുപോയോ? ഒന്നും മറന്നിട്ടല്ലേ ചേച്ചി. പക്ഷെ എന്റെ സഹോദരനായി പോയില്ലേ, അവന് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നിയെന്നൊക്കെ ഇങ്ങനെ മിത്ര പറഞ്ഞു. അപ്പോഴേക്കാണ് ഗോമതി എങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണം. അല്ല മോളെ, നീ പ്രാക്ടീസിന് പോകുന്നില്ലേ? പോണം. ആര്യം വന്നിട്ട്. അതിന് ആര്യം വന്നിട്ടുണ്ടല്ലോ. വന്നോ ഇപ്പം? കുറച്ച് സമയം അവൻ മുറിയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സമയം മീനാക്ഷി എങ്കിൽ നീ പോയി പ്രാക്ടീസിനെ അല്ലേ. ആ സമയത്ത് ഗോമതി പറഞ്ഞു, ശരിയാ ശരിയാ, പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് ചെയ്താൽ മാത്രമേ പോലീസ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അതെ, എന്നിട്ട് വേണം അമ്മയെ എടുത്തിട്ട് അടിക്കാനായിട്ട്, ഒരു പാഠം പഠിപ്പിക്കാനായിട്ട്. പിന്നെ അതിന് പോലീസൊന്നല്ല പട്ടാളം വന്നാലും നടക്കത്തൊന്നുമില്ല. ഈ ഗോമതി ഒന്നും തൊടാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി ഇരിച്ചു. അങ്ങനെ പിന്നീട് മിത്ര ആരിനും കൂടെ ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിന് വേണ്ടി വന്നേക്കുമായിരുന്നു. മിത്രയ്ക്ക് പക്ഷെ ഒന്നിനും ഒരു ഉഷാറില്ലായിരുന്നു. എന്ത് പറ്റും മിത്രേ, നീ ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുന്നുണ്ടല്ലോ? ഒന്നുമില്ല ആര്യ. എന്താ, എന്തോ ഒരു കാര്യമുണ്ടല്ലോ? ഒരു പ്രശ്നമില്ല. പിന്നെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? സാധാരണഗതിയിലല്ലോ, 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഒന്നുമില്ല ആര്യ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എങ്കിൽ ശരി, തുടങ്ങിക്കോളാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും കാരണം അവനാന്ന അലോക്. അവനെന്ന് ഇറങ്ങട്ടെ, എന്റെ കൈ കെട്ടിട്ട് അവനെ ഞാൻ ഇടിച്ച് ശരിയാക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും മിത്ര പെട്ടെന്ന് പറഞ്ഞു, ആര്യ, എന്ത് വർത്താനാ പറയണേ? അവന്റെ കോലം ഒന്ന് കാണണ്ടതാ. പാവം തോന്നും, ശരിക്കും ഫുഡ് പോലും കഴിക്കാതെ വല്ലാതെ ഇരിക്കണേ. അത് കേട്ടപ്പോൾ ആര്യം ചോദിച്ചു, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന്? നീ എന്താ അവനെ പോയി കണ്ടോന്ന് ചോദിച്ചു. മിത്ര ആകെപ്പാടെ രണ്ടാളിപ്പോട് കൂടി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയില്ലാതെ. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.